ബിഗ് ബോസ് മാമനെ പറ്റി കുറച്ച് പറയാനുണ്ട്. നിങ്ങൾ അറിഞ്ഞോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഞാനൊരു കാര്യം മനസ്സിലാക്കി, ബിഗ് ബോസ് മാമനായി. അതായത് മാമാപ്പണി തുടങ്ങി. ഇത് എന്ന് തുടങ്ങിയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഇപ്പൊ മാമാപ്പണിയാണ് ബിഗ് ബോസിന് ജോലി. എടോ, അന്തസ്സുള്ള ജോലി ഉണ്ടോ? അന്തസ്സുള്ള ജോലിയുണ്ട്. അന്തസ്സുള്ള ജോലി എന്ന് പറഞ്ഞാൽ നമ്മൾ തെണ്ടുന്നത് പോലും അന്തസ്സുള്ള ജോലിയാണ്. താൻ അത് ചെയ്ത് ജീവിക്കുക. താൻ എന്തുവാടെ ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഷോയും തുടങ്ങിയിട്ടിട്ട് ഈ കാണിക്കുന്ന മാമാപ്പണി? താൻ തന്റെ കുടുംബത്തിലുള്ള ആൾക്കാരുടെ ഈ മാമാപ്പണി കാണിക്കൂ. താൻ വല്ല ജോലിയും ചെയ്ത് ജീവിക്കടോ. താൻ ഈ ഊളപ്പരിപാടി നടത്തി ഇങ്ങനെ ജീവിക്കാതെ മാമാപ്പണി നടക്കുന്നു. റിസോർട്ടിന്റെ സൗകര്യത്തിൽ റൂം കൊടുക്കുന്നു, ഒരു ബിഗ് ബോസ് ഹൗസ് എന്ന് പറഞ്ഞൊരു വീട് കൊടുക്കുന്നു, ഇപ്പൊ മാല അണിയിച്ചു കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഇവിടെ വെളിയിലുള്ള കുറെ ആൾക്കാരുണ്ട്, ഞങ്ങളും കൂടെ വരാം, ഞങ്ങൾക്കും കുറച്ച് റൂമും മാലയും ഒക്കെ ഇട്ടുത്താ. അന്തസ്സുള്ള ജോലി ചെയ്ത് ജീവിക്കാൻ പഠിക്കണം. അന്തസ്, മനുഷ്യനായ അന്തസ് വേണം. തനിക്കത് ഇല്ലാന്ന് താൻ പ്രൂവ് ചെയ്തു. കഴിഞ്ഞ എപ്പിസോഡില് ഇത് ഞാൻ പറയാലോ, ഇത് വളരെ സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾക്ക് ഞാൻ ഓരോന്നായിട്ട് എവിഡൻസിലൂടെ ഞാൻ പറഞ്ഞു തരാം. ഇത് വളരെ സ്ക്രിപ്റ്റഡ് ആണ്. എപ്പിസോഡുകൾ നിങ്ങൾ ഓരോന്നും അനലൈസ് ചെയ്ത് കണ്ടു നോക്കൂ. നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാവും ഈ ഒരു ഊളപ്പരിപാടി വെറും സ്ക്രിപ്റ്റഡ് ആണ്. ബിഗ് ബോസ് മാമന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. ഇനി ലാലേട്ടന്റെ കാര്യം. എവിടെയെങ്കിലും ചറുകിയടിച്ച് തലയടിച്ച് വീണോന്ന് എനിക്ക് അറിഞ്ഞൂടാ, അല്ലെങ്കിൽ ആരെങ്കിലും തലക്കിട്ട് അടിച്ചോന്നും എനിക്ക് അറിഞ്ഞൂടാ. എന്തിന്റെ പേരിലാണ് ഈ ഒരു ഊളപ്പരിപാടിക്ക് ഒരു നല്ല ആങ്കറിംഗ് ഒക്കെ സൂപ്പർ തന്നെയാണെന്ന് ഞാൻ പറയുന്നില്ല, ഒരു ആങ്കറായിട്ട് നിൽക്കുന്നത്. നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ ഈ സിനിമയിലേക്ക് വന്ന സമയവും ആ സിനിമയിലേക്ക് എങ്ങനെയാണ് നിങ്ങൾ വരാൻ വേണ്ടി എന്തൊക്കെ കഷ്ടപ്പാട് നിങ്ങൾ ഫേസ് ചെയ്തു, എത്ര കാലം നിങ്ങൾ സിനിമയിൽ നിന്നു, എത്ര നല്ല സൂപ്പർ ഹിറ്റ് സിനിമകൾ നിങ്ങൾ മലയാളികൾക്ക് പ്രസന്റ് ചെയ്തു. നിങ്ങൾ ഇന്ന് നിൽക്കുന്ന ഒരു പദവി അല്ലെങ്കിൽ ഒരു പൊസിഷൻ എന്ന് പറയുന്നത് നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്. അത് ഇന്നലെ ഉണ്ടാക്കിയതല്ല, വർഷങ്ങളായി നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു പൊസിഷനാണ്. ആ പൊസിഷനിലാണ് നിങ്ങൾ ഇപ്പൊ നിൽക്കുന്നത്. നിങ്ങളെ കാണുമ്പോൾ കണ്ണീരൊലിക്കുന്ന ഫാൻസ്, നിങ്ങൾക്ക് വേണ്ടി മരിക്കാൻ നിൽക്കുന്ന ഫാൻസുകളുണ്ട് അല്ലേ? അവര് പോലും ഈ ഷോ കണ്ടിട്ട് നിങ്ങളെ വെറുത്തു പോകും. ഒരു സമയം വരും, നിങ്ങൾ ചിന്തിക്കുന്ന ഒരു സമയം വരും, ഈ ഷോയിലെ ആങ്കർ ആവാൻ ഞാൻ ആവണ്ടായിരുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുന്ന ഒരു ദിവസം വരും. അന്നേ എനിക്ക് വല്ലതൊക്കെ കൂടുതൽ പറയാൻ പറ്റുള്ളൂ. നിങ്ങളെ 4 പേര് ബഹുമാനിക്കുന്നുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ചെയ്ത സിനിമകളും നിങ്ങൾ ചെയ്ത റോളുകളും നിങ്ങളുടെ നല്ല മനസ്സുമാണ്. പക്ഷെ ഇപ്പൊ കാണിക്കുന്ന ഈ ബിഗ് ബോസ് ആങ്കറിംഗ് എന്ന് പറഞ്ഞൊരു ഊളപ്പരിപാടിയുണ്ട്. അതായത് ബിഗ് ബോസ് പറയുന്നതും കേട്ടും കൊണ്ട് ആടുന്ന ഒരു ഊളപ്പരിപാടി. അത് കാരണം നിങ്ങൾ നാളെ ദുഃഖിക്കുക തന്നെ വരും. നിങ്ങൾ നേടിയെടുത്ത എല്ലാം നശിക്കുക തന്നെ ചെയ്യും. അത് 100% ഉറപ്പാണ്. ഇനി നമ്മൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാരൊന്ന് ചിന്തിക്കാൻ വേണ്ടി ഞാൻ പറയുന്നതാണ്. ഈ എവിക്ഷൻ പ്രക്രിയയിലൂടെ ഇപ്പൊ ഒരുപാട് പേര് പുറത്തോട്ട് പോയി. അബി, ജാൻമണി, യമുന ചേച്ചി, അങ്ങനെ ഒരുപാട് പേര് പുറത്തോട്ട് പോയി. ഈ പുറത്തോട്ട് പോയി എന്ന് പറയുന്ന അവരെ ഇതിൽ സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ ഇതുകൊണ്ട് ലാലേട്ടൻ പറയുന്നുണ്ട്, ഞങ്ങളല്ല, ജനങ്ങൾ തെരഞ്ഞെടുത്ത് ഈ ആഴ്ചയിൽ ഔട്ട് ആവേണ്ട ആൾക്കാർ ഇതാണെന്ന് പറഞ്ഞ് കാണിച്ചു തന്നിട്ട് ഞാൻ പറയട്ടെ, എന്തിനാണ് ജനങ്ങളെ പേര് പറയുന്നത്? ജനങ്ങൾ ആരുടെ വോട്ട് ചെയ്യണത്? അല്ലെങ്കിൽ നമ്മൾ വോട്ട് ചെയ്യണ അളവ് നിങ്ങൾ കാണിച്ചതാ. നിങ്ങൾ ഈ ജനങ്ങളെ മണ്ടേ കൊണ്ടിട്ട് അങ്ങ് വലിയ മറ്റവനാവാൻ നിൽക്കാതെ നിങ്ങൾ ആ ജനങ്ങളിട്ട വോട്ടിന്റെ എണ്ണമെങ്കിലും കാണിച്ചതാ. അങ്ങനെ ഒരു പരിപാടിയേ ഇല്ല. ഇത് ഇവര് തീരുമാനിക്കുന്നതാണ്. അതിൽ ഏറ്റവും വലിയ തെളിവെന്ന് പറഞ്ഞാൽ ഈ എവിക്ഷൻ കഴിഞ്ഞിട്ട് ആ വ്യക്തി, ഔട്ടായ വ്യക്തി ലാലേട്ടന്റെ അടുത്ത് നിന്ന് നിൽക്കുമ്പോൾ അവര് കാണിച്ച ഈ ബിഗ് ബോസ് ഹൗസിൽ ഇത്രയും ദിവസം അവർ നിന്ന് എന്തൊക്കെ കാണിച്ചു എന്നുള്ളത് നല്ല നല്ല മൊമെന്റ്സും, കരഞ്ഞ മൊമെന്റ്സും, ദേഷ്യപ്പെട്ട മൊമെന്റ്സും, ഫണ്ണി മൊമെന്റ്സും എല്ലാം കൂടെ എഡിറ്റ് ചെയ്തിട്ട് ഒരു വീഡിയോ കാണിക്കും. ഈ വീഡിയോ എപ്പോൾ ഇരുന്നാണ് ഇവര് എഡിറ്റ് ചെയ്യുന്നത്? ചിന്തിച്ചു നോക്കടേ. ഒരാൾ ഔട്ടായി അടുത്ത് വന്ന് നിൽക്കുന്ന സമയത്ത് അയാൾക്ക് ഒരു എഡിറ്റ് ചെയ്ത വീഡിയോ കാണിച്ചു കൊടുക്കുന്നു. അത് എപ്പോ ഇരുന്ന് എഡിറ്റ് ചെയ്യും? ഈ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് നടന്ന് ലാലേട്ടന്റെ അടുത്തേക്ക് വന്ന് നിൽക്കുന്ന സമയത്ത് എഡിറ്റ് ചെയ്യൂ? ഇത് നേരത്തെ എഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് സംഭവം. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിക്കൂടെ ഇത് പ്രീ പ്ലാൻഡ് ആണെന്ന്? കഴിഞ്ഞ ദിവസം ഞാൻ വ്യക്തമായി ശ്രദ്ധിച്ച കാര്യമാണ്, അബിയെ ഔട്ടാക്കിയ സമയത്ത് ലാലേട്ടൻ ഇരുന്നുകൊണ്ട് പറയുകയാണ്, ജനങ്ങൾ തീരുമാനിച്ച വ്യക്തി നിങ്ങളാണ് എന്നും പറഞ്ഞുകൊണ്ട്, ജനങ്ങൾ തീരുമാനിച്ചതിലൂടെ നിങ്ങൾ പോകുന്നു.
ഈ 4 പേരെ പേര് എഴുതി ഒരു പേപ്പറിലാക്കി ഒരു കാർഡിനകത്താക്കി എന്താണ് എനിക്ക് തോന്നുന്നു മൊത്തത്തിൽ 6 പേരുണ്ടായിരുന്നു. അതില് 5 പേരെ പേര് ഒരു പേപ്പറിൽ എഴുതി വെച്ചു. ആരെഴുതി വെച്ചു? ജനങ്ങൾ എഴുതി വെച്ചാ? ഇല്ല, ബിഗ് ബോസ് ടീം എഴുതി വെച്ചു. അതില് അവര് തീരുമാനിച്ചു അബി ഔട്ട് ആവണം എന്ന് പറഞ്ഞ് അതിൽ അബിയുടെ പേര് മാറ്റി. അങ്ങനെ അബി ഔട്ട്. എന്തായാലും നമുക്ക് ഇനി അടുത്ത പ്രാവശ്യം നോക്കാം. ഇതെല്ലാം ജനങ്ങളെ മണ്ടേ കൊണ്ടാണ് വെക്കണത്. ജനങ്ങളാണ് ഔട്ടാക്കണെന്ന് പറഞ്ഞ് ജനങ്ങൾക്ക് ഇവിടെ വോട്ട് ചെയ്യാൻ നേരം ഇല്ലടേ. വോട്ട് ചെയ്താൽ തന്നെ ജാസ്മിൻ ഇവിടെ ആരും വോട്ട് ചെയ്യൂല എന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. ഇത് വെറും വമ്പൻ തീട്ടക്കളിയാണ്. ഞാൻ ഇത്രയും നിങ്ങളോട് ചോദിക്കുന്നുള്ളൂ. ഒരാള് എവിക്ഷനിലൂടെ ഔട്ടായി ഒരു ലാലേട്ടന്റെ അടുത്തേക്ക് വരാൻ വേണ്ടി കൂടിപ്പോയി ഒരു 10-20 മിനിറ്റ് എടുക്കും. ആ സമയത്തിനിടയിൽ ഈ വ്യക്തിയുടെ എല്ലാ മൊമെന്റ്സും എഡിറ്റ് ചെയ്യാനുള്ള ഒരു ടൈം ഒന്നും കിട്ടില്ല. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇടാനും സമയം കിട്ടില്ല. 1 മണിക്കൂറെങ്കിലും മിനിമം വേണം ഒരു വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാൻ. എത്രയോ ദിവസങ്ങൾ 50 ദിവസത്തോളം ഇവിടെ നിന്ന വീഡിയോസിൽ നിന്നും ഈ അബി എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ വീഡിയോസ് മാത്രം എടുക്കുക, കട്ട് ചെയ്യുക, എഡിറ്റ് ചെയ്യുക എന്നുള്ള പരിപാടി നടക്കണം. അതിന് മിനിമം അരമണിക്കൂറെങ്കിലും, 1 മണിക്കൂർ ഞാൻ പറയണം, അരമണിക്കൂറെങ്കിലും വേണം. അപ്പൊ ഈ വ്യക്തിയെ ഔട്ടാക്കിയതിനു ശേഷം ലാലേട്ടന്റെ അടുത്ത് നടന്നു വരുന്നതിന്റെ ഇടയിൽ എന്തായാലും എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. ഇത് ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ചിട്ട് ഇന്ന ആൾ ഔട്ടാവും എന്നറിയാം. അയാൾ ഔട്ടായി ലാലേട്ടന്റെ അടുത്ത് വന്ന് നിൽക്കുമ്പോൾ അയാളെ പറ്റി ഒരു വീഡിയോ കാണിക്കണമെന്ന് ഇവർക്ക് നേരത്തെ അറിയാം. അങ്ങനെ അവര് കാണിക്കുന്നതാണ്. ഇത് പ്രീ പ്ലാൻഡ് ആണ്. ഇനി നിങ്ങൾ ലാലേട്ടനെ കൊണ്ട് ഇതിൽ പ്രീ പ്ലാൻഡ് അല്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മണ്ടന്മാരല്ല, ഞങ്ങൾ ചോറ് കഴിക്കണം, ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ കണ്ണുകൊണ്ട് കാണുന്ന കാര്യങ്ങൾ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾക്ക് ബുദ്ധിയുണ്ട്, ഞങ്ങൾക്ക് ചിന്തിച്ചെടുക്കാൻ പറ്റും. അതവിടെ നിൽക്കട്ടെ. അത് ഞാൻ എന്തായാലും എനിക്ക് മനസ്സിലാക്കിയ ഒരു കാര്യം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇനി നമുക്ക് മാലയിടൽ ചടങ്ങിലേക്ക് പോവാം. ഓരോ റൂമും കൊടുക്കുന്നു, വാഴേര ചോട് കൊടുക്കുന്നു ഇരിക്കാനായിട്ട്. പിന്നെ ഐ ലവ് യു പറയുന്നു, പിടിക്കുന്നു, കാണിച്ചു തരാന്ന് പറയുന്നു, കണ്ടോട്ടെ എന്ന് ചോദിക്കുന്നു. ഇത് അയ്യോ, ഒരു എപ്പിസോഡ് ഉണ്ടായിരുന്നു, ഒരു വെള്ളയടിക്കുന്ന എപ്പിസോഡ്. ജാസ്മിനും ഗബ്രിയും തമ്മിൽ പ്രേമത്തിലല്ല, അവര് ഫ്രണ്ട്ഷിപ്പാണ്. ഇതിപ്പോ മോഡേൺ ഫ്രണ്ട്ഷിപ്പാണ്. ഇപ്പൊ അതൊക്കെ മാറിയിട്ട് ഇപ്പൊ ഇരുന്നുകൊണ്ട് പ്രേമമാണ്, കോപ്പാണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഇതിൽ മാലയിട്ടങ്ങ് കൊടുക്കുകയില്ല. ഈ എവിക്ഷൻ പ്രക്രിയ ഭയങ്കരമായിട്ട് പ്ലാൻഡ് ആണ്. വ്യക്തമായിട്ട് അറിയാം അതിൽ ജാസ്മിൻ ഔട്ടാവൂല എന്നുള്ളത്. അതിൽ ജാസ്മിന്റെ പേര് ഏറ്റവും ലാസ്റ്റ് വെക്കുകയും, അതായത് ഇതിന്റെ ഒരു TPR റേറ്റ് കൂടാൻ വേണ്ടിയാണ് ഗബ്രി മാലയിട്ട് കൊടുക്കുന്നു എന്നുള്ളൊരു സംഭവം. അത് എല്ലാവരും അങ്ങ് കാണും എന്നുള്ള, ഇവർക്ക് റേറ്റിംഗ് അല്ലെങ്കിൽ ഇവരുടെ വ്യൂസ് കൂടും എന്നുള്ള ഒരു ട്രിക്കാണ്. ആ അടുക്കി വെച്ചിരിക്കുന്ന കാർഡിൽ ഏറ്റവും അടിയിലത്തെ അല്ലെങ്കിൽ ഏറ്റവും ലാസ്റ്റിലത്തെ കാർഡ് ജാസ്മിന്റെയാണ്. ജാസ്മിൻ ഔട്ടാക്കാൻ പറ്റത്തില്ലല്ലോ. ജാസ്മിൻ ആണല്ലോ ബിഗ് ബോസിലെ പരദേവത. ജാസ്മിൻ ഔട്ടാക്കാൻ പറ്റില്ല. അപ്പൊ ഏറ്റവും ലാസ്റ്റ് ജാസ്മിന്റെ കാർഡ് വെക്കുന്നു. അത് ബാക്കി ആദ്യത്തിലൊന്നും ഗബ്രി മാല ഇടുന്നില്ല. ഏറ്റവും ലാസ്റ്റില് ഗബ്രിയാണ് മാലയും കെട്ടിപ്പിടിച്ചു വെച്ചുകൊണ്ട് നിൽക്കുന്നത് ഇടാനായിട്ട്. മാല പോയി ഇടുന്നു. ഇതിന്ന് ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല കേട്ടോ ബിഗ് ബോസ് മാമ. ഞങ്ങൾക്കും കുറച്ച് ഓരോ റൂമൊക്കെ ഒന്ന് എടുത്തു തന്നെങ്കിൽ കൊള്ളായിരുന്നു. 2-3 മാലയൊക്കെ വാങ്ങിച്ചെന്നെങ്കിൽ ഞങ്ങൾക്കും ഇട്ട് കളിക്കായിരുന്നു. എന്തായാലും കൊള്ളാം. ഇതൊക്കെ വെറും സ്ക്രിപ്റ്റഡ് ആണടേ. അഖിൽമാരാർ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് ഞാൻ ആ വീഡിയോ കണ്ടു നോക്കിയിട്ട് ഞാൻ ഒരു ഇത് തരുന്നതായിരിക്കും, റിപ്ലൈ തരുന്നതായിരിക്കും. എനിക്കിതൊക്കെ കണ്ടിട്ട് ചൊറി വരുന്നു. ഞാൻ പറയല്ല, എനിക്ക് ഇത്ര ലാലോട്ടനോട് മാത്രമേ പറയാനുള്ളൂ. ഈ പറഞ്ഞ ജാസ്മിൻ ആയാലും ഈ പറഞ്ഞ ബിഗ് ബോസ് ആയാലും അവര് തമ്മിൽ പൈസയൊക്കെ ഡീൽ ചെയ്ത് നിന്നോളും. നിങ്ങൾ ഉണ്ടാക്കിയെടുത്ത് ഈ ഫേമസും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു.